ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം എങ്ങനെ വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ജഡികനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ കാണാം. 1, അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു. 2, അവർ ദുഷ്ടതയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ കാര്യം, അവർ ദുഷ്ടതയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു ഭക്തന്റെ നിഗമനം ഇപ്രകാരമാണ്: ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പെരുവയറന്മാരായിരിക്കും, സ്നേഹിക്കുമ്പോൾ അവര് മോഹിക്കുകയാണ് ചെയ്യുന്നത്, അധ്വാനത്തിൽ അവർ മടിയന്മാരായിരിക്കും, സംസാരിക്കുമ്പോൾ അസൂയ നിറഞ്ഞ വാക്കുകളായിരിക്കും അവരുടെ സംസാരത്തിൽ, ഭരണത്തിൽ അവർ ദുർമോഹികളായിരിക്കും, അതേപോലെ തിരുത്തിയാൽ അവര് കോപിക്കും, ബഹുമാനിച്ചാൽ അഹങ്കാരം കാണിക്കും, ഹൃദയത്തിൽ ദുഷ്ടവിചാരങ്ങൾ മാത്രമായിരിക്കും അവർ കൊണ്ടു നടക്കുന്നത്, അതേപോലെ വായിൽ ദോഷ വാക്കുകളും, ചെയ്യുന്നത് ദുഷ്ടപ്രവർത്തികൾ മാത്രമായിരിക്കും അവര് ചെയ്യുന്നത്. ഉണർന്നാൽ നമ്മെ തെറ്റായ പ്രവൃത്തിയിലേക്ക് നയിക്കുവാനായിട്ട് പ്രകാരം അങ്ങനെയുള്ളവര് ശ്രമിക്കും. ഉറങ്ങിയാൽ അശുദ്ധ സ്വപ്നങ്ങളിലേക്കുമായിരിക്കും. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു ഭക്തന്റെ ചിന്ത. ഇവിടെ പൗലോസിന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ നാം തികയ്ക്കേണ്ടുന്ന ആവശ്യകതയെ കുറിച്ചാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കാരണവശാലും മനുഷ്യന്റെ അശുദ്ധി നിറഞ്ഞ സ്വഭാവങ്ങളുമായിട്ട് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. അത് മാത്രമല്ല, വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യന് അവൻ്റെതായ മറ്റ് യാതൊരു പുണ്യപ്രവൃത്തി കൊണ്ടും അടുത്ത് ചെല്ലുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കിക്കളയേണ്ടത്, വിട്ടുകളയേണ്ടത്, ഉരിഞ്ഞുകളയേണ്ടത്, പരിപൂർണമായി നീക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ജഡമനുഷ്യനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ജഡീക വാസനകളാണ്, ജഡീക ചിന്തകളാണ്. എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആ വിശുദ്ധി എങ്ങനെ സൂക്ഷിക്കാം, വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കാം, അതിന് ദൈവത്തോട് എത്രത്തോളം പറ്റി നിൽക്കാം എന്നുള്ള ആത്മീക ചിന്തകളിലായിരിക്കും അവന്റെ ജീവിതം. അവൻ രാവും പകലും 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുന്നവനായിരിക്കും. എന്നാൽ ഒരു ദുഷ്ടൻ അങ്ങനെയല്ല എന്ന് ആ 1-ാം സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ആ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കിക്കളഞ്ഞുകൊണ്ട്
നീക്കേണ്ടതെല്ലാം നീക്കിക്കൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാം. അവിടുന്ന് നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്ന